സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വീണ്ടും ഗവർണറെ കണ്ട മന്ത്രിമാർ പി രാജീവ്, ആർ ബിന്ദു എന്നിവരാണ് രാജ്ഭവനിലെത്തിയത്. സർക്കാരിന്റെ അനുരഞ്ജനത്തിന്റെ ഭാഗമായി കൂടിയാണ് മന്ത്രിമാർ എന്ന ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടം ചേർന്നുണ്ട്. അഖിൽ, കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, മന്ത്രിമാർ ഏകദേശം ഈ രാജ്ഭവനിലേക്ക് കയറിപ്പോയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആവും. രാവിലെ 10 മണിക്കായിരുന്നു മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും കേരളത്തിലെ സർവകലാശാല അടക്കമുള്ള സാങ്കേതിക സർവകലാശാലയും അതുപോലെ തന്നെ സർവകലാശാലയിലുള്ള സ്ഥിരം വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. അതിന് സമയം മാറ്റിയാണ് രാവിലെ 8:45 മാറ്റിയത്. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഈ രാജ്ഭവനിലേക്ക് പോയത്. കാരണം ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സുപ്രീം കോടതി ഈ വീണ്ടും ആ കേസ് പരിഗണിക്കാൻ നിൽക്കുകയും ചെയ്യുന്നതിനിടയിലാണ് മന്ത്രിമാർ നേരിട്ടെത്തി ഒരു സമവാക്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തവണ മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി. അതിനു മുമ്പ് മുഖ്യമന്ത്രിയും നേരിട്ട് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. സാഹിൽ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിമാരും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച, പ്രത്യേകിച്ചും സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഗവർണറെ കാണുന്നത്. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു എന്നിവരാണ് രാജ്ഭവനിലെത്തിയത്. ഇപ്പോഴും കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് മന്ത്രിമാരുടെ കൂടിക്കാഴ്ച. അഖിൽ പാലോട്ടുമടമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.